നമ്മൾ ഇതിനു വേണ്ടി ആദ്യം പഠിക്കാൻ പോകുന്ന കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എക്സെൻട്രിസിറ്റി. എക്സെൻട്രിസിറ്റി ഈ എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് നമ്മുടെ കോണിക് സെക്ഷന്റെ വളവിനെ അളക്കുന്ന അല്ലെങ്കിൽ സൂചിപ്പിക്കുന്ന ഒരു ക്വാണ്ടിറ്റിയാണ്. എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് നമ്മുടെ കോണിക് സെക്ഷന്റെ വളവിനെ സൂചിപ്പിക്കുന്ന ഒരു ക്വാണ്ടിറ്റിയാണ്. നമ്മുടെ പാരബോളയുടെ എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് E ഈക്വൽ ടു 1 ആണ്. പാരബോളയുടെ എക്സെൻട്രിസിറ്റി വാല്യൂ 1 ആണ്. അതേസമയം എലിപ്സിന്റെ എക്സെൻട്രിസിറ്റി വാല്യൂ എന്ന് പറയുന്നത് 0-ന്റെ 1-ന്റെ ഇടയ്ക്കാണ്. എലിപ്സിന്റെ എക്സെൻട്രിസിറ്റി വാല്യൂ എന്ന് പറയുന്നത് 0-ന്റെ 1-ന്റെ ഇടയ്ക്കാണ്. ഇനി അടുത്ത് ഹൈപ്പബോളയുണ്ട്. ഹൈപ്പബോളയുടെ എക്സെൻട്രിസിറ്റി വാല്യൂ എന്ന് പറയുന്നത് 1-നേക്കാൾ വലുതാണ്. കഴിഞ്ഞു. ഈ എക്സെൻട്രിസിറ്റി വാല്യൂ മാത്രം വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇയാളുടെ എന്താണ് ഈ എക്സെൻട്രിസിറ്റി വാല്യൂ മാത്രം വെച്ചിട്ട് കോണിക് ഏതാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് പറ്റും. അപ്പൊ ഞാൻ പറയുന്നു എക്സെൻട്രിസിറ്റി വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ കോണിക് സെക്ഷന്റെ വളവിനെ അളക്കുന്ന ഒരു ക്വാണ്ടിറ്റി. എക്സെൻട്രിസിറ്റി വാല്യൂ 1 ആണെങ്കിൽ അത് ഉറപ്പായിട്ടും എലിപ്സ് ആയിരിക്കും. എലിപ്സ് അല്ല, പാരബോള ആയിരിക്കും. എക്സെൻട്രിസിറ്റി വാല്യൂ 1 ആണെങ്കിൽ അത് ഉറപ്പായിട്ടും പാരബോള ആയിരിക്കും. എക്സെൻട്രിസിറ്റി വാല്യൂ 0-യുടെയും 1-ന്റെയും ഇടയ്ക്കാണെങ്കിൽ അത് എലിപ്സ് ആയിരിക്കും. എക്സെൻട്രിസിറ്റി വാല്യൂ 1-നേക്കാൾ വലുതാണെങ്കിൽ അത് ഹൈപ്പബോള ആയിരിക്കും. ഇനി എക്സെൻട്രിസിറ്റി വാല്യൂ എങ്ങാനും 0 ആണെങ്കിൽ അത് സർക്കിൾ ആയിരിക്കും. ഇനി എക്സെൻട്രിസിറ്റി വാല്യൂ ഇൻഫിനിറ്റി ആണെങ്കിൽ അത് ലൈൻ ആയിരിക്കും, സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. ജസ്റ്റ് അതിന്റെ കൺസെപ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ. എക്സെൻട്രിസിറ്റി വളവിനെ അളക്കുന്ന ക്വാണ്ടിറ്റിയാണ്. പാരബോളയുടെ എക്സെൻട്രിസിറ്റി 1 ആണ്. എലിപ്സിന്റെ എക്സെൻട്രിസിറ്റി 0-ന്റെ 1-ന്റെ ഇടയ്ക്കായിരിക്കും. ഹൈപ്പർബോളയുടെ എക്സെൻട്രിസിറ്റി 1-നേക്കാൾ വലുതാണ്. സർക്കിളിന്റെ എക്സെൻട്രിസിറ്റി 0 ആയിരിക്കും. ലൈനിന്റെ എക്സെൻട്രിസിറ്റി ഇൻഫിനിറ്റി ആയിരിക്കും. ഈ എക്സെൻട്രിസിറ്റി വാല്യൂ മാത്രം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ കോണിക് സെക്ഷൻ ആരാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തീരുമാനിക്കാൻ പറ്റും. ഓക്കെ. സംഗതി ഞാൻ നിങ്ങൾക്ക് പാരബോള വരച്ചപ്പോ ഡയറക്ട്രിക്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. അത് ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പാരബോളയ്ക്ക് ഡയറക്ട്രിക്സ് എന്നൊരു കൺസെപ്റ്റ്. പക്ഷേ എലിപ്സിനോ ഹൈപ്പബോളയ്ക്കോ ഡയറക്ട്രിക്സ് എന്ന് പറയുന്ന ഒരാളെ പറ്റി ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ടില്ല. ഓക്കെ, അങ്ങനെ ഒരാളില്ല. കാരണം അങ്ങനെ ഒരാളുടെ ആവശ്യം എനിക്കില്ലായിരുന്നു. എവിടെ? റെക്ടാങ്കുലർ കോർഡിനേറ്റിൽ എനിക്ക് അങ്ങനെ ഒരാളുടെ ആവശ്യം ഇല്ലായിരുന്നു. പക്ഷെ സത്യം പറഞ്ഞാല് എലിപ്സിനും ഹൈപ്പർബോളയ്ക്കും ഡയറക്ട്രിക്സ് എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരനുണ്ട്. ഡയറക്ട്രിക്സ് എന്ന് പറയുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ആ രണ്ടു പേർക്കും, അതായത് എലിപ്സിനും ഹൈപ്പർബോളയ്ക്കും കൂടെ അങ്ങനെ ഒരാളുണ്ട്. അപ്പോ ഞാൻ അയാളെ പറ്റിയാണ് ഇപ്പൊ സംസാരിക്കാൻ പോകുന്നത്. എനിക്ക് പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരാളുടെ ആവശ്യമുണ്ട്. അപ്പോ നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ഓഫ് എ പാരബോള ഞാൻ ഇത് വരച്ചു. ഈ ഇക്വേഷൻ നിങ്ങൾക്കറിയാം, y² = 4px. ഇവിടെ നിങ്ങൾക്കറിയാം ഡയറക്ട്രിക്സ് എന്ന് പറയുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട്. ഇതിന്റെ ഇക്വേഷൻ നിങ്ങൾക്കറിയാം, x = -p ആണ് ഈ ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ.
നിങ്ങൾക്കത് അറിയാവുന്ന കാര്യമാണ്. നിങ്ങൾക്കത് അറിയാവുന്ന കാര്യമാണ്. പാരബോള വരയ്ക്കുമ്പോൾ തന്നെ ഒരു കാര്യം നമ്മൾ നോക്കും. പാരബോള വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു കൺസെപ്റ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. ഇവിടെ ഫോക്കസ് ഉണ്ട്. ഇവിടെ ഫോക്കസ് ഉണ്ട്. ഫോക്കസിൽ നിന്ന് ഒരു ലൈൻ വരയ്ക്കണം. അത് ഡയറക്ട്രിക്സിൽ നിന്ന് വരച്ച പെർപെൻഡിക്കുലർ ആയ ലൈനിലേക്ക് വന്ന് ചേരണം. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് പോയിന്റ് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യും? കുറച്ച് പോയിന്റ് കിട്ടും. ആ പോയിന്റുകളൊക്കെ ചേർത്ത് വെച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? പാരബോള കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ നിന്ന് എടുത്ത ഡിസ്റ്റൻസും ഇവിടെ നിന്ന് എടുത്ത ഡിസ്റ്റൻസ് സെയിം ആയിരിക്കും. ഇവിടെ നിന്ന് എടുത്ത ഡിസ്റ്റൻസും ഇവിടെ നിന്ന് എടുത്ത ഡിസ്റ്റൻസും സെയിം ആയിരിക്കും. ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായി. കഴിഞ്ഞു. അതാണ് ഞാൻ പാരബോളയുടെ കാര്യത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഈ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഈ ഡിസ്റ്റൻസ് ആണ് എക്സെൻട്രിസിറ്റി. ഈ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഈ ഡിസ്റ്റൻസ് ആണ് എക്സെൻട്രിസിറ്റി. അതുകൊണ്ടാണ് എക്സെൻട്രിസിറ്റി 1 ആയത്. ഇവിടെ പാരബോളയെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് ഡിസ്റ്റൻസും സെയിം ആണ്. അതുകൊണ്ട് ഡി ഡിവൈഡഡ് ബൈ ഡി എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. അതുകൊണ്ടാണ് എക്സെൻട്രിസിറ്റി 1 ആയത്. നിങ്ങളത് കാണാതെ പഠിക്കാൻ വേണ്ടി ഞാൻ പറയുന്നതല്ല, അറിഞ്ഞിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പറയുന്നേ ഉള്ളൂ. പരീക്ഷയ്ക്ക് ചോദിക്കുന്നെന്ന് ഞാൻ പറയുന്നു. വീണ്ടും പറയുന്നു, പാരബോളയെ സംബന്ധിച്ചിടത്തോളം ഡയറക്ട്രിക്സും ഫോക്കസും നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയാം. ഇത് വരച്ചപ്പോഴേ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഇവിടെ ഫോക്കസിൽ നിന്ന് സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കുക, ഡയറക്ട്രിക്സിൽ നിന്ന് സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കുക, പെർപെൻഡിക്കുലർ സ്ട്രൈറ്റ് ലൈൻ. രണ്ടും മീറ്റ് ചെയ്യണം. രണ്ടിന്റെയും ഡിസ്റ്റൻസ് സെയിം ആയിരിക്കും. അങ്ങനെ കിട്ടുന്ന മീറ്റിംഗ് പോയിന്റുകളെ എല്ലാം ചേർത്ത് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കർവ് കിട്ടും. ആ കർവ് ആണ് നിങ്ങളുടെ പാരബോള എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആ പാരബോളയുടെ എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഈ ഡിസ്റ്റൻസ്. അത് രണ്ടും സെയിം ആയിരിക്കും. അത് രണ്ടും സെയിം ആയിരിക്കും നിങ്ങൾക്ക് അറിയാം. അങ്ങനെയാണെങ്കിൽ ഡി ഡിവൈഡഡ് ബൈ ഡി 1. പാരബോളയുടെ എക്സെൻട്രിസിറ്റി അതുകൊണ്ട് 1 ആയിട്ടുണ്ട്. ഇനി നമുക്ക് എലിപ്സിനെ പറ്റി സംസാരിക്കാം. എലിപ്സ്. നമ്മൾ എലിപ്സിന് ഡയറക്ട്രിക്സ് ഒന്നും വരച്ചിട്ടില്ല. എനിക്കറിയാം, ഡയറക്ട്രിക്സ് ഒന്നും വരച്ചിട്ടില്ല. എലിപ്സ് ഞാൻ വരച്ചു. എലിപ്സിന് ഓബ്വിയസ്ലി 2 ഫോക്കസ് ഉണ്ട്. നിങ്ങൾക്കറിയാം, ഒന്നല്ല 2 ഫോക്കസ് ഉണ്ട്. ആ 2 ഫോക്കസ് വെച്ചിട്ടാണ്, ആ 2 ഫോക്കസിൽ നിന്ന് സ്ട്രെയിറ്റ് ലൈൻസ് വരച്ച് മീറ്റ് ചെയ്യുന്ന രീതിയിൽ വരച്ചു. സച്ച് ദാറ്റ് അവരുടെ രണ്ടുപേരുടെയും ഡിസ്റ്റൻസുകളുടെ സം ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഡിസ്റ്റൻസുകളുടെ സമ്മ് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കണം എന്നുള്ള നിലയിലാണ് വരച്ചത്. ഇവിടെ നോക്കിക്കോളൂ. ഈ ഫോക്കസ് ഇരിക്കുന്ന കോൺകേവ് സൈഡിലാണ്. അതിന്റെ കോൺവെക്സ് സൈഡില് ഫോക്കസ് പോകുന്ന ലൈനിന് പെർപെൻഡിക്കുലർ ആയി പോകുന്ന ഈ ലൈനാണ് ഡയറക്ട്രിക്സ്. അതിന്റെ ഇക്വേഷൻ x is equal to a square by c. x is equal to a square by c. കഴിഞ്ഞു. ഇവിടുന്ന് ഡയറക്ട്രിക്സ് പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കണം. നിങ്ങൾക്കറിയാം, ഇവിടുന്ന് ഡയറക്ട്രിക്സിൽ നിന്ന് പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുക. നമ്മൾ പാരബോളയുടെ പെർപെൻഡിക്കുലർ ലൈൻ വരച്ച പോലെ ഇവിടുന്ന് പെർപെൻഡിക്കുലർ ലൈൻ ആണ് വരയ്ക്കാനുള്ളത്. അതേസമയം ഫോക്കസിൽ നിന്ന് ആ ലൈനിലേക്ക് ജോയിൻ ചെയ്യുന്ന രീതിയിൽ വരയ്ക്കണം. ഡൺ. ചെയ്യുന്ന രീതിയിൽ വരയ്ക്കുക. ഡൺ. ഫോക്കസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഈ ഡയറക്ട്രിക്സിൽ നിന്നുള്ള ഡിസ്റ്റൻസ്, അതാണ് എക്സെൻട്രിസിറ്റി. ഇത് d1, ഇത് d2. എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് d1 ഡിവൈഡഡ് ബൈ d2 ആണ്. അപ്പോഴേക്കും നിങ്ങൾക്ക് എക്സെൻട്രിസിറ്റി കിട്ടും. ഈ ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് x is equal to a square by c. ഇനി ഇവിടെ വേറൊരു ഫോക്കസ് ഉണ്ട്, നിങ്ങൾക്ക് കാണാം. ആ ഫോക്കസിൽ നിന്ന് വരയ്ക്കാൻ സൗകര്യത്തിന് അവിടെ ഉണ്ടൊരു സ്ട്രൈറ്റ് ലൈൻ, അവിടെയും ഒരു ഡയറക്ട്രിക്സ്. ആ ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ
എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് എ സ്ക്വയർ ബൈ സി. എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് എ സ്ക്വയർ ബൈ സി. കഴിഞ്ഞു. എലിപ്സിന് സത്യം പറഞ്ഞാൽ ഒന്നല്ല 2 ഡയറക്ട്രിക്സ് ഉണ്ട്. എലിപ്സിന് സത്യം പറഞ്ഞാൽ ഒന്നല്ല 2 ഡയറക്ട്രിക്സ് ഉണ്ട്. Done. ഇനി ഏറ്റവും അവസാനം ഹൈപ്പർബോളയുണ്ട്. ഹൈപ്പർബോളയ്ക്കും നിങ്ങൾക്കറിയാം 2 ഫോക്കസ് ഉണ്ട്. ഹൈപ്പർബോളയ്ക്കും നിങ്ങൾക്കറിയാം 2 ഫോക്കസ് ഉണ്ട്. ഇതാണ് ഹൈപ്പർബോള. ഇയാൾക്കും ഡയറക്ട്രിക്സ് ഉണ്ട്. ഇതാണ് ഈ പുള്ളിക്കാരന്റെ ഡയറക്ട്രിക്സ്. നിങ്ങൾക്കറിയാം ഇവിടുന്ന് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇവിടുന്ന് നമുക്ക് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇവിടുന്ന് ഈ ഡിസ്റ്റൻസ്. ഇത് D1, ഇത് D2. ഇവിടുത്തെ എക്സെൻട്രിസിറ്റി D1 ഡിവൈഡഡ് ബൈ D2. D1 ഡിവൈഡഡ് ബൈ D2 എക്സെൻട്രിസിറ്റി കിട്ടും. പക്ഷെ നിങ്ങൾ അത് നോക്കണ്ട. ഇത് ഫോർമുലയായിട്ട് കാണാതെ പഠിക്കുകയൊന്നും വേണ്ട. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത്. കൺസെപ്റ്റ് മാത്രം അറിഞ്ഞാൽ മതി. ഫോർമുല ഞാൻ വേറെ പറഞ്ഞുതരാം. പേടിക്കണ്ട. നിങ്ങൾക്കറിയാം. അറിയാവുന്ന ഒരു സിമ്പിൾ ഫോർമുല ഞാൻ പറഞ്ഞുതരാം. വളരെ എളുപ്പമാണ്. എക്സെൻട്രിസിറ്റി ഈക്വൽ ടു D1 ബൈ D2. ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതാ നടക്കുന്നു നിങ്ങളുടെ നമ്മുടെ ഡയറക്ട്രിക്സ്. ഇയാളുടെ ഇക്വേഷൻ എക്സ് ഇസ് ഈക്വൽ ടു എ സ്ക്വയർ ബൈ സി. പേടിക്കേണ്ട. എലിപ്സിലുള്ള എന്താണോ ഇക്വേഷൻ അത് തന്നെയാണ് ഇവിടെയും ഇക്വേഷൻ. ഇവിടെ അയാൾ മാത്രമല്ല ഡയറക്ട്രിക്സ്, ഒരു ഫോക്കസ് ഉള്ളത് കൊണ്ട് ഒരു ഡയറക്ട്രിക്സും കൂടെ ഉണ്ട്. ദാറ്റ് ഇസ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് എ സ്ക്വയർ ബൈ സി. ഇനി നമ്മുടെ മറ്റേ എലിപ്സ് ആണെങ്കിലുണ്ടല്ലോ, വൈ ആക്സിസ് മേജർ ആക്സിസ് ആവുന്ന എലിപ്സ്, അവിടെയാണെങ്കിൽ ഡയറക്ട്രിക്സ് y is equal to a square by c, y is equal to minus a square by c. അതേപോലെ മറ്റേ ഹൈപ്പർബോള ഉണ്ടല്ലോ, ആ ഹൈപ്പർബോളയ്ക്ക് y is equal to a square by c, y is equal to minus a square by c. അത്രേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. അത് പിന്നെ കാണാതെ പഠിക്കേണ്ടല്ലോ എന്നുള്ള നിലയിൽ ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ശരി കേട്ടാ. ഇനി എക്സെൻട്രിസിറ്റി കണ്ടുപിടിക്കാൻ ഞാൻ ഒരു ഇക്വേഷൻ തരാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. എക്സെൻട്രിസിറ്റി കണ്ടുപിടിക്കാൻ ഒരു സിമ്പിൾ ഇക്വേഷൻ തരാമെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ആ സിമ്പിൾ ഇക്വേഷൻ നോക്കിയോ. എക്സെൻട്രിസിറ്റി ഈക്വൽ ടു സി ബൈ എ. എലിപ്സിനും ഹൈപ്പർബോളയ്ക്കും ഇതാണ് ഇക്വേഷൻ. എക്സെൻട്രിസിറ്റി ഈക്വൽ ടു സി ബൈ എ. സി വാല്യൂ നിങ്ങൾക്ക് അറിയാം, എ വാല്യൂ നിങ്ങൾക്ക് അറിയാം. ഹൈപ്പർബോളയുടെ സി വാല്യൂ എ വാല്യൂ എടുക്കുക, സി ബൈ എ ചെയ്യുക, ഹൈപ്പർബോളയുടെ എക്സെൻട്രിസിറ്റി എടുക്കുക. ഇനി എലിപ്സിന്റെ സി വാല്യൂ എ വാല്യൂ എടുക്കുക, സി ബൈ എ എടുക്കുക, എക്സെൻട്രിസിറ്റി വാല്യൂ എടുക്കുക. അത്രേ ഉള്ളൂ, സിമ്പിൾ പരിപാടി. ഈ കൺസെപ്റ്റ് ഒന്നും കണ്ട് പേടിക്കേണ്ട ഒരാവശ്യമില്ല. കൺസെപ്റ്റ് ഞാൻ നിങ്ങൾ മാത്സ് മെയിൻ ആയതുകൊണ്ട് വീണ്ടും ഒന്നും കൂടെ എടുത്ത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ മനസ്സിലാക്കാനുള്ളത് ഇതിന്റെ ഫോമില്ല എക്സെൻട്രിസിറ്റി ഈക്വൽ ടു സി ബൈ എ. നിങ്ങൾക്ക് നേരത്തെ പ്രോബ്ലം ഉണ്ടല്ലോ, നേരത്തെ പ്രോബ്ലം ചെയ്ത കൂട്ടത്തിൽ നിങ്ങൾക്ക് അത് വീണ്ടും ഇവിടെ ഇത് വേണമെങ്കിൽ അവിടെ റിപ്പീറ്റ് ചെയ്യാം. സി വാല്യൂ ബൈ എ വാല്യൂ, അവിടെ സി വാല്യൂ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും, എ വാല്യൂ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. സി ബൈ എ ചെയ്യുക, നിങ്ങൾക്ക് അവിടെയൊക്കെ എക്സെൻട്രിസിറ്റി വാല്യൂ കിട്ടിക്കൊണ്ടിരിക്കും. ഒരു പേടിയും വേണം. ഓക്കെ ഡാ. വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു ഇതിനു വേണ്ടി മനസ്സിലാകാൻ വേണ്ടി മാത്രം ഒരു ഫോർമുല ചെയ്യാം, ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. എക്സ് സ്ക്വയർ ബൈ 4 പ്ലസ് y square by 9 ഈക്വൽ ടു 1. ഇതൊരു എലിപ്സ് ആണ്. ഇതിന്റെ എക്സെൻട്രിസിറ്റി കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഇവിടെ നോക്കുക, നിങ്ങൾക്ക് താഴെ കിടക്കുന്ന വലിയ വാല്യൂ ആണ് എ. അപ്പൊ എ എന്ന് പറയുന്നത് 9ന്റെ റൂട്ട് 3. ചെറിയ വാല്യൂ ബി ഈസ് ഈക്വൽ ടു 4ന്റെ റൂട്ട് 2.
എ ബി. നിങ്ങൾക്കറിയാം സി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ദാറ്റ് ഇസ് ഈക്വൽ ടു 9 മൈനസ് 4. 9 മൈനസ് 4 ദാറ്റ് ഇസ് ഈക്വൽ ടു 5. അപ്പൊ സി എന്ന് പറയുന്നത് √5 ആണ്. സി എന്ന് പറയുന്നത് √5 ആണ്. സി വാല്യൂ കിട്ടി, എ വാല്യൂ കിട്ടി. എക്സെൻട്രിസിറ്റി ഈസ് ഈക്വൽ ടു √5/3. √5/3. √5/3 നിങ്ങൾക്കറിയാം 2 പോയിന്റ് സംതിങ് ആണ്. 2 പോയിന്റ് സംതിങ് ഡിവൈഡഡ് ബൈ 3 ഉറപ്പായിട്ടും 1-നേക്കാൾ ചെറുതായിരിക്കും. ഉറപ്പായിട്ടും 1-നേക്കാൾ ചെറുതായിരിക്കും. പിന്നെ പോസിറ്റീവ് ആണ്, 0-നേക്കാൾ വലുത് വരും. കഴിഞ്ഞു. ഇനി അടുത്ത് x²/4 മൈനസ് y²/9 ഈക്വൽ ടു 1. ഇത് നമ്മുടെ ഹൈപ്പർബോളയാണ്. പോസിറ്റീവായ ആളുടെ താഴെ കിടക്കുന്നതാണ് എ വാല്യൂ. എ ഈക്വൽ ടു 2. നെഗറ്റീവായ ആളുടെ താഴെ കിടക്കുന്നതാണ് ബി വാല്യൂ. ബി ഈക്വൽ ടു 3. c² is equal to a² plus b². That is 4 plus 9, 13. Therefore, c is equal to √13. C value ഉണ്ട്, a value ഉണ്ട്. അപ്പൊ എക്സെൻട്രിസിറ്റി ഈക്വൽ ടു √13 ഡിവൈഡഡ് ബൈ 2. √13 ഡിവൈഡഡ് ബൈ 2. കഴിഞ്ഞു. നിങ്ങളിത് റിവൈസ് ചെയ്യാത്തവരാണെങ്കിൽ ഇവിടെ നിന്ന് ഞാൻ എ വാല്യൂ ബി വാല്യൂ എങ്ങനെ എടുത്തു എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഓർമ്മ വരില്ല. ഇവിടെ എ വാല്യൂ ബി വാല്യൂ എങ്ങനെ എടുത്തു എന്നുള്ള കാര്യം ഓർമ്മ വരില്ല. ചെറിയ വ്യത്യാസമേ ഉള്ളൂ. എലിപ്സിൽ നിന്ന് ഹൈപ്പർബോളയിൽ നിന്ന് എ വാല്യൂ ബി വാല്യൂ ചൂസ് ചെയ്യുന്നതിന് ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. എലിപ്സ് ചൂസ് ചെയ്തതുപോലെ വലുത് എ ചെറുത് ബി എന്ന് ചൂസ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഹൈപ്പർബോളയുടെ കാര്യത്തിൽ തെറ്റ്. ഇനി ഹൈപ്പർബോളയുടെ കേസ് പോലെ പോസിറ്റീവിന്റെ താഴെ നിന്നാണ് എ വാല്യൂ, നെഗറ്റീവിന്റെ താഴെ നിന്നാണ് ബി വാല്യൂ എന്ന് ചൂസ് ചെയ്തത് എലിപ്സ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയും പ്രശ്നമാവും. അവിടെ പിന്നെ തെറ്റില്ല, കാരണം രണ്ട് പോസിറ്റീവ് ആണല്ലോ. അതുകൊണ്ട് സൂക്ഷിക്കണം. പ്രാക്ടീസ് ഇല്ലേ പ്രശ്നമാണ്. നിങ്ങൾ ആ പ്രോബ്ലം പ്രാക്ടീസ് ചെയ്തിട്ടില്ലേ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. നിങ്ങൾക്ക് എല്ലാം അറിയാവുന്നൊരു തോന്നലുണ്ടാവും, പക്ഷെ എന്താണ് നമുക്ക് തെറ്റും. കഴിഞ്ഞു. അപ്പൊ ഇതാണ് എക്സെൻട്രിസിറ്റിയെ പറ്റി എനിക്ക് പറയാനുള്ളത്. വളരെ സിമ്പിളായ കാര്യം. അപ്പൊ ഞാൻ വീണ്ടും പറയുന്നു എന്താണെന്നുള്ളത്. എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് നമ്മുടെ കോണിക് സെക്ഷന്റെ വളവിനെ സൂചിപ്പിക്കുന്ന ഒരു ക്വാണ്ടിറ്റിയാണ്. പല കോണിക് സെക്ഷന്റെ എക്സെൻട്രിസിറ്റിയെ പറ്റിയാണ് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. പാരബോളയാണ് എക്സെൻട്രിസിറ്റി 1 ആണ്. അതിനെപ്പറ്റി ചിന്തിക്കുക പോലും വേണ്ട. സർക്കിൾ എക്സെൻട്രിസിറ്റി 0 ആണ്. ലൈൻ എക്സെൻട്രിസിറ്റി ഇൻഫിനിറ്റി ആണ്. എലിപ്സിന്റെ ഹൈപ്പർബോള എക്സെൻട്രിസിറ്റി ഫിക്സഡ് വാല്യൂ ആണെന്ന് പറഞ്ഞ് ഞാൻ തന്നിട്ടില്ല. എലിപ്സിന്റെ എക്സെൻട്രിസിറ്റി 0-ന്റെ 1-ന്റെ ഇടയ്ക്ക്, ഹൈപ്പർബോളയുടെ എക്സെൻട്രിസിറ്റി 1-നേക്കാൾ വലുത്. അതാണ് കാര്യം. അതിനുശേഷം ഞാന് നമ്മുടെ പാരബോളയ്ക്കുള്ള പോലെ ഡയറക്ട്രിക്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആർക്കും ഉണ്ട്? എലിപ്സിനും ഹൈപ്പർബോളയ്ക്കും ഉണ്ട്. അതാണ് ഞാൻ ഫിഗറിൽ വരച്ച് കാണിച്ചത്. പക്ഷെ അവരെ ഞാൻ എവിടെ ഉപയോഗിക്കാറില്ല? റെക്ടാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഉപയോഗിക്കാറില്ല. കാരണം അതെനിക്ക് അവിടെ ആവശ്യമില്ല. പക്ഷെ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് അവിടെ പറഞ്ഞത്. ഈ രണ്ടുപേരുടെയും എക്സെൻട്രിസിറ്റിയുടെ ഫോർമുല എന്ന് പറയുന്നത് c/a ആണ്. എക്സെൻട്രിസിറ്റിയുടെ ഫോർമുല എന്ന് പറയുന്നത് c/a ആണ്. സി വാല്യൂ അതിനനുസരിച്ച് കൊടുക്കുക, എ വാല്യൂ അതിനനുസരിച്ച് കൊടുക്കുക. കഴിഞ്ഞു. ഇതാണ് കാര്യം. ശരി. അപ്പൊ നമുക്ക് എന്തായാലും എന്ത് ചെയ്യാം? നമുക്ക് നമ്മുടെ കോണിക് സെക്ഷന്റെ പോളാർ ഇക്വേഷനിലേക്ക് പോവാം. നിങ്ങൾ മനസ്സിലാക്കാനുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ എല്ലാ കോണിക് സെക്ഷനും ഒരു ഫോക്കസ് എങ്കിൽ ഒരു ഫോക്കസ് ഉണ്ട്, ഒരെണ്ണം. ആ ഫോക്കസ് ഇരിക്കുന്ന ഒരു ആക്സിസും നിങ്ങൾക്ക് എല്ലാ കോണിക്കിലും വരച്ചിട്ടുണ്ട്. ഫോക്കസ് ഇരിക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട്. അത് എല്ലാവർക്കും ഞാൻ വരച്ചു തന്നിട്ടുള്ള കാര്യമാണ്. അതിപ്പം പാരബോളയ്ക്കുണ്ട്, എലിപ്സിനുണ്ട്, ഹൈപ്പർബോളയ്ക്കുണ്ട്. ഫോക്കസ് ഇരിക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ. ആ ഫോക്കസ് ഇരിക്കുന്ന സ്ട്രെയിറ്റ് ലൈനിന് പെർപെൻഡിക്കുലർ ആയ
ഒരു ലൈൻ ഉണ്ട് 3 പേർക്കും. അതിന്റെ പേരാണ് ഡയറക്ട്രിക്സ്. അതിന്റെ പേരാണ് ഡയറക്ട്രിക്സ്. ഡയറക്ട്രിക്സ് ഉണ്ട്. ആ ഫോക്കസ് ഇരിക്കുന്ന സ്ട്രെയിറ്റ് ലൈനിന് പെർപെൻഡിക്കുലർ ആയ ഡയറക്ട്രിക്സ് ഉണ്ട്. നിങ്ങളുടെ കോണിക് എന്താണോ ആ കോണിക്കിന്റെ കോൺകേവ് സൈഡിലായിരിക്കും ഫോക്കസ് ഇരിക്കുന്നത്. കോൺവെക്സ് സൈഡിലായിരിക്കും ഡയറക്ട്രിക്സ് ഇരിക്കുന്നത്. നിങ്ങളുടെ ഫോക്കസിന്റെ കോൺകേവ് സൈഡിലായിരിക്കും നിങ്ങളുടെ ഫോക്കസ് കോണിക്കിന്റെ കോൺകേവ് സൈഡിലും, അതേസമയം നിങ്ങളുടെ ഡയറക്ട്രിക്സ് ഇരിക്കുന്നത് ഈ കോണിക്കിന്റെ കോൺവെക്സ് സൈഡിലുമായി. പുതിയ കാര്യമല്ല, നിങ്ങൾക്ക് അറിയാം. ഇവിടെ നമ്മുടെ ഫോക്കസിൽ നിന്ന് ഡയറക്ട്രിക്സിലേക്കുള്ള ഈ ദൂരം, ഫോക്കസിൽ നിന്ന് ഡയറക്ട്രിക്സിലേക്കുള്ള ഈ ദൂരത്തെ ഞാൻ ഡി എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഈ ദൂരത്തെ ഞാൻ ഡി എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇ എന്ന് പറയുന്നത് എക്സെൻട്രിസിറ്റിയെ ഡിനോട്ട് ചെയ്യും. ഇ എന്ന് പറയുന്നത് എക്സെൻട്രിസിറ്റിയെ ഡിനോട്ട് ചെയ്യും. നോക്കുക, ഞാൻ എന്താണ് ചെയ്തതെന്ന് മനസ്സിലാക്കുക. എന്റെ കോണിക് സെക്ഷൻ ഉണ്ട്, പാരബോള, ഹൈപ്പർബോള, എലിപ്സ്. ഈ കോണിക് സെക്ഷൻ 3 ഫോക്കസ് ഉണ്ട്, ഡയറക്ട്രിക്സ് ഉണ്ട് എന്ന് ഞാൻ ഇപ്പൊ കാണിച്ചു തന്നു. ഡയറക്ട്രിക്സും കൂടെ ഉണ്ടെന്ന് കാണിച്ചു തന്നു. ഫോക്കസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് നേരത്തെ അറിയാം. ഈ ഫോക്കസിൽ കൂടെ പോകുന്ന സ്ട്രൈറ്റ് ലൈൻ ഉണ്ട്. അതിന് പെർപെൻഡിക്കുലർ ആയ വേറൊരു പ്രത്യേകതയുള്ള ലൈൻ ഉണ്ട്. അതിന്റെ പേരാണ് ഡയറക്ട്രിക്സ്. നമ്മുടെ കോണിക്കിന്റെ കോൺകേവ് സൈഡിൽ ഫോക്കസ് ഇരിക്കുകയും കോൺവെക്സ് സൈഡിൽ ഡയറക്ട്രിക്സ് ഇരിക്കുകയും ചെയ്യും. എന്നിട്ട് ഞാൻ ഇവിടെ എടുത്തത് എന്താണ്? ഫോക്കസിൽ നിന്ന് ഡയറക്ട്രിക്സിലേക്കുള്ള ദൂരം ഡി ആയിട്ട് എടുക്കും. ഫോക്കസിൽ നിന്ന് ഡയറക്ട്രിക്സിലേക്കുള്ള ദൂരം ഡി ആയിട്ട് എടുക്കും. ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. ഞാൻ ഇനി പറയുന്നത് ശ്രദ്ധിക്കുക. ഇവിടെ പാരബോളയ്ക്കും എലിപ്സിനും ഹൈപ്പർബോളയ്ക്കും എല്ലാവർക്കും കൂടെ ഒറ്റ ഇക്വേഷനാണ് പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിലുള്ളത്. ഹൈപ്പർബോളയ്ക്കും പാരബോളയ്ക്കും എലിപ്സിനും എല്ലാം കൂടെ ഒറ്റ ഇക്വേഷനാണ് നമ്മുടെ എവിടെയുള്ളത്? പോളാർ കോർഡിനേറ്റിലുള്ളത്. ചില പ്രത്യേകതകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയുണ്ട്. അതിനെപ്പറ്റി ഞാൻ ഡിസ്കസ് ചെയ്യും. ഫോർമുല ഇത്രയേ ഉള്ളൂ. പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിലെ കോണിക് സെക്ഷന്റെ ഫോർമുല R is equal to E into D. R is equal to E into D divided by 1 plus or minus E cos theta. 1 plus or minus E cos theta. ഇനി ഓൾസോ വേറൊരു ഫോർമുലയും കൂടെ ഉണ്ട്. R is equal to E into D 1 plus or minus E sin theta. ഇത് രണ്ടും വച്ചിട്ട് നമുക്ക് എല്ലാ കോണിക് സെക്ഷനെയും വരയ്ക്കാൻ പറ്റും. ഇത് എല്ലാ കോണിക് സെക്ഷന്റെയും കൂടെ എന്താണ്? എല്ലാ കോണിക് സെക്ഷന്റെയും കൂടെ ഫിഗറാണ്. ഫിഗർ അല്ല, ഇക്വേഷൻ. ഈ വാല്യൂ വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് ഏത് കോണിക്കാണെന്ന് തീരുമാനിക്കാം. ഈ വാല്യൂ വെച്ചിട്ട് ഇ എന്ന് പറയുന്നത് 1 ആണെങ്കിൽ അത് പാരബോളയാണ്. ഇ എന്ന് പറയുന്നത് 0ന്റെ 1ന്റെ ഇടയ്ക്കാണെങ്കിൽ അത് എലിപ്സ് ആണ്. അതേസമയം ഇ എന്ന് പറയുന്നത് 0-നേക്കാൾ വലുതാണെങ്കിൽ 1-നേക്കാൾ വലുതാണെങ്കിൽ അത് ഹൈപ്പർബോളയാണ്. കഴിഞ്ഞു. അങ്ങനെയാണ് ഇത് ഏത് കോണിക്കെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നത്. ഇത് ഏത് കോണിക്കാണെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നത് ഈ വാല്യൂ വെച്ച്. ഈ വാല്യൂ ഇക്വേഷനിൽ ഉപയോഗിച്ചിട്ടുണ്ട് താനും, അതൊരു കോൺസ്റ്റന്റ് ആണ്. കഴിഞ്ഞു. ഈ വാല്യൂ ഇവിടെ കോസിന്റെ കോഎഫിഷ്യന്റ് ആയിട്ടും സൈനിന്റെ കോഎഫിഷ്യന്റ് ആയിട്ടും ഈ വാല്യൂ ഉണ്ടെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി കോസ് തീറ്റ, സൈൻ തീറ്റ, പ്ലസ് മൈനസ് സൈനുകൾ ഇത് എങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യമാണ് ഫോക്കസ് ചെയ്യുന്നത്. നോക്കൂ, R is equal to E into D divided by 1 plus E cos theta. 1 plus E cos theta. ഈയുടെ വാല്യൂ വെച്ചിട്ട് ഇത് പാരബോളയാണോ, എലിപ്സ് ആണോ, ഹൈപ്പർബോളയാണോ നിങ്ങൾ തീരുമാനിച്ചോളൂ. അത് നിങ്ങളുടെ ഇഷ്ടം. ഇതിന്റെ ഒരു രൂപമാണ് ഞാനിവിടെ വരയ്ക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കുക.
ഇത് നമ്മുടെ XY കോർഡിനേറ്റ്. ഇത് നമ്മുടെ XY കോർഡിനേറ്റ്. നിങ്ങളുടെ ഫോക്കസ് ഇവിടെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുക, സെന്ററിൽ ഇരിക്കുന്നു എന്ന് വിചാരിക്കുക. ഫോക്കസ് സെന്ററിൽ ഇരിക്കുന്നു, ഫോക്കസ് ആണത് കേട്ടോ, ഫോക്കസ് ആണ് സെന്ററിൽ ഇരിക്കുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഫോക്കസിന്റെ റൈറ്റ് സൈഡിലായിരിക്കും നിങ്ങളുടെ ഡയറക്ട്രിക്സ് ഇരിക്കുന്നത്. ഫോക്കസിന്റെ റൈറ്റ് സൈഡിലായിരിക്കും നിങ്ങളുടെ ഡയറക്ട്രിക്സ് ഇരിക്കുന്നത്. ഫോക്കസിന്റെ റൈറ്റ് സൈഡിൽ ഡയറക്ട്രിക്സ് ഇരിക്കും. അതിനുശേഷം നിങ്ങളുടെ കർവ് ഇങ്ങനെ പോകും. കോൺകേവ് സൈഡിൽ ഫോക്കസും കോൺവെക്സ് സൈഡിൽ ഡയറക്ട്രിക്സും. ഇനി R is equal to E into D 1 മൈനസ് E cos θ ആണെന്ന് വിചാരിച്ചോ. പ്ലസിന് പകരം മൈനസ് വന്നു എന്ന് വിചാരിക്കുക. നിങ്ങളുടെ കോർഡിനേറ്റ് സിസ്റ്റം വരച്ചു, ഫോക്കസ് വരച്ചു. ഫോക്കസ് ആണ്, തെറ്റിദ്ധരിക്കപ്പെടരുത്, ഫോക്കസ് ആണ്. ഫോക്കസ് വരച്ചു. ആ ഫോക്കസിന്റെ ലെഫ്റ്റ് സൈഡിലായിരിക്കും ഡയറക്ട്രിക്സ് വരുന്നത്. ഈ D by 1 മൈനസ് E cos θ ആണെങ്കിൽ ഫോക്കസിന്റെ ലെഫ്റ്റ് സൈഡിൽ വരും ഡയറക്ട്രിക്സ്. കോൺകേവ് സൈഡിൽ ഫോക്കസും കോൺവെക്സ് സൈഡില് നമ്മുടെ ഡയറക്ട്രിക്സ്. ഇനി അതേസമയം R is equal to ED divided by 1 plus E sin θ ആണെന്ന് വിചാരിക്കുക. 1 plus E sin θ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നോക്കുക, വരച്ചു, ഫോക്കസ് വരച്ചു. ആ ഫോക്കസിന്റെ മുകളിലായിരിക്കും ഡയറക്ട്രിക്സ്. കോൺകേവ് സൈഡിൽ ഫോക്കസും കോൺവെക്സ് സൈഡിൽ ഡയറക്ട്രിക്സ്. കഴിഞ്ഞു. ഇനി R is equal to E into D by 1 minus E sin θ ആണെങ്കിൽ 1 minus E sin θ ആണെങ്കിൽ ഫോക്കസിന്റെ താഴെ ആയിരിക്കും ഡയറക്ട്രിക്സ്. ഫോക്കസിന്റെ താഴെ ആയിരിക്കും ഡയറക്ട്രിക്സ്. കോൺകേവ് സൈഡിലെ ഫോക്കസും കോൺവെക്സ് സൈഡിലെ ഡയറക്ട്രിക്സ്. കഴിഞ്ഞു. ഇതാണ് നമ്മുടെ പാരബോളയല്ല നമ്മുടെ കോണിക് സെക്ഷന്റെ ഈ ഇക്വേഷൻ വെച്ചിട്ട് ഇത് എങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു തീരുമാനിക്കുന്നു. ഡൺ. അപ്പൊ നിങ്ങൾ നോക്കിക്കോ, ഞാൻ ഇവിടെ ഫോക്കസ് ഒറിജിനലായിരിക്കും എന്ന് ഉറപ്പിക്കുകയൊന്നും അല്ല കേട്ടോ. ഫോക്കസ് ഒറിജിനലായിരിക്കും എന്ന് ഉറപ്പിക്കുകയല്ല, ഞാൻ ഫിഗറിന് വേണ്ടി വരച്ചെന്നേ ഉള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കുക. ആ മേളിൽ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ ED ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഓർ മൈനസ് E cos θ, ED ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഓർ മൈനസ് E sin θ ആണ് കോണിക് സെക്ഷന്റെ പോളാർ കോർഡിനേറ്റ്സ് അല്ലെങ്കിൽ പോളാർ ഇക്വേഷൻ അതാണ്. ഇവിടെ ഓരോ ഇക്വേഷൻ വെച്ചിട്ട് ഞാൻ കാര്യം തീരുമാനിക്കുകയാണ്. ഈന്റെ വാല്യൂ വെച്ചിട്ട് ഇയാൾ ആരാണ്, എലിപ്സ് ആണോ, ഹൈപ്പർബോളയാണോ, പാരബോളയാണോ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് തീരുമാനം എത്തിക്കാൻ പറ്റും. ഈയുടെ വാല്യൂ ആണ് തീരുമാനിക്കുന്നത്. താഴെ കിടക്കുന്ന 1 പ്ലസ് ഓർ മൈനസും കോസും സൈനും എന്താണ് തീരുമാനിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഞാൻ ഇവിടെ താഴെ എഴുതുന്നത്. കോസ് തീറ്റ ആണോ നിങ്ങളുടെ ഫോക്കസിന്റെ റൈറ്റ് സൈഡ് ആയിരിക്കും ഡയറക്ട്രിക്സ്. കോൺകേവ് സൈഡിൽ ഫോക്കസും കോൺവെക്സ് സൈഡിൽ ഡയറക്ട്രിക്സ്. മൈനസ് കോസ് തീറ്റ ആണോ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഫോക്കസിന്റെ ലെഫ്റ്റ് സൈഡിലായിരിക്കും ഡയറക്ട്രിക്സ്. ഇനി നിങ്ങളുടെ ED ഡിവൈഡഡ് ബൈ 1 പ്ലസ് E sin θ ആണോ, നിങ്ങളുടെ ഫോക്കസിന്റെ മുകളിലായിരിക്കും ഡയറക്ട്രിക്സ്. മൈനസ് സൈൻ തീറ്റ ആണെങ്കിൽ നിങ്ങളുടെ ഫോക്കസിന്റെ താഴെ ആയിരിക്കും ഡയറക്ട്രിക്സ്. സിമ്പിൾ. കഴിഞ്ഞു. സിമ്പിൾ. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കാര്യം വെച്ചിട്ട്, അതായത് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ഇയാൾ എവിടെയാണ് എന്താണ് എന്നുള്ള കാര്യം തീരുമാനിക്കാൻ പറ്റും. ഇന്ന് നമ്മൾ കാര്യമായി പ്രോബ്ലം ഒന്നും ചെയ്തിട്ടില്ല. ഇന്ന് നമ്മൾ ഫുൾ തിയറിയാണ് പഠിച്ചത്. ഈ തിയറി ഇനി താഴോട്ട് ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. ചിലപ്പോ നെക്സ്റ്റ് പാഠത്തിലോ അടുത്ത സെമ്മിലോ ഇമ്പോർട്ടന്റ് ആയി വരാം. ഇതിനെപ്പറ്റി പഠിക്കാം. അതുകൊണ്ട് ഈ ഒരു ഇക്വേഷനും അതിനനുസരിച്ച് കർവിന്റെ രീതിയും നമ്മളൊന്ന് നോട്ട് ചെയ്യേണ്ടതുണ്ട്.